ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ നിങ്ങളെല്ലാവരും ഒഡീസി മൂവി കണ്ടാണ്, നമ്മുടെ ക്രിസ്റ്റഫർ നോളന്റെ. അപ്പം ഒഡീസി മൂവിയിലെ പ്രധാന ക്യാരക്ടറിന്റെ നല്ലൊരു പാസ്റ്റ് ഹിസ്റ്ററിയെ പറ്റി ഞാൻ പറയാൻ പോകുന്നു. മറ്റാരുമല്ല, ഹെലൻ ഓഫ് സ്പാർട്ട. ഹെലൻ ഓഫ് സ്പാർട്ടയിലേക്ക് എത്തുന്നതിന് മുന്നേ ഹെലൻ ഓഫ് സ്പാർട്ട എങ്ങനെയാണ് ഒഡീസിയിൽ എത്തുന്നത്, അല്ലെങ്കിൽ ഒഡീസിയുമായിട്ട് എന്താണ് ഹെലൻ ഓഫ് സ്പാർട്ടയ്ക്ക് ബന്ധം? അപ്പൊ അത് മത്സരിടുന്ന കഥയിലേക്ക് പറയാം. വർഷങ്ങൾക്ക് മുന്നേ ഗ്രീക്ക് ലോകത്തെ ഏറ്റവും മഹത്തായ ഒരു ഈവന്റ്, അതായത് ഒളിമ്പസ് മലയിൽ നടക്കുന്ന ആഘോഷമാണ് പേലിയസിന്റെയും തേറ്റിസിന്റെയും വിവാഹം. സൂയസ് ദേവൻ അപ്പോളോ വരെയുണ്ട്, അതിൽ ഹെറയുമുണ്ട്, അഫ്രോഡിറ്റ് വരെയുണ്ട്. എല്ലാ ദേവന്മാരും ദേവതകളും ഈ വിവാഹത്തിൽ പങ്കെടുത്തു. സംഗീതം, വിരുന്ന്, ചിരി, ആഘോഷം, അടിപൊളി ഇവന്റ്. പക്ഷേ ഒരു ദേവതയെ മാത്രം ആരും ക്ഷണിച്ചില്ല. അവളുടെ പേരാണ് ഐറിസ്. ഐറിസ് ആവട്ടെ കലഹത്തിന്റെയും വൈരാഗ്യത്തിന്റെയും ദേവത. കല്യാണത്തിന് വിളിക്കാതെ ഒബ്വിയസ്ലി ദേഷ്യം കാണും. ഐറിസ് ഒരു പ്രതികാരത്തിന് വേണ്ടി ഇറങ്ങി. എന്നെ ഒഴിവാക്കി എന്തായാലും കല്യാണം ആഘോഷിക്കാമെന്ന് കരുതി. എന്നാൽ അത് കുണക്കിയിട്ടെന്ന കാര്യം. അപ്പൊ ആളെന്ത് ചെയ്തു? ഈ കല്യാണം നടക്കുന്ന ഈവന്റിലേക്ക് ചെല്ലുന്നു. അവിടെ എത്തി സ്വർണ്ണ ആപ്പിൾ അവൾ സൃഷ്ടിക്കുന്നു. എന്നിട്ട് അവൾ ആപ്പിൾ എഴുതുന്നു, ഏറ്റവും സുന്ദരിയായ വ്യക്തി, അതായത് ടു ദ ഫെയറി. എന്നിട്ട് പുള്ളിക്കാരി ഈ ആപ്പിൾ എടുത്ത ഈവന്റിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നു. ഇതെല്ലാവരും കണ്ടു. അപ്പൊ ഈ ആപ്പിൾ ഉണ്ട്, അതിൽ ഉണ്ടായിരുന്ന എല്ലാവരും അത്ഭുതപ്പെട്ട് ഈ ആപ്പിളിലേക്ക് നോക്കുന്നുണ്ട്. അപ്പൊ ഈ ആപ്പിൾ ഉണ്ട് 3 ദേവതകൾ മുന്നോട്ട് വരുന്നുണ്ട്. ഒന്നാമത് എത്തി ഹെറ, അതായത് ഒളിമ്പസൻ രാജ്ഞി, സൂയസിന്റെ ഭാര്യ. പുള്ളിക്കാരി എന്ന് പറഞ്ഞു, ഞാനാണ് ഏറ്റവും വലിയ സുന്ദരി, അപ്പൊ എനിക്ക് അതിനാണ് ഈ ആപ്പിൾ അർഹതപ്പെട്ടത്. നമ്മൾ അധീന എത്തി, അതായത് ജ്ഞാനത്തിന്റെയും യുദ്ധതന്ത്രത്തിന്റെയും ദേവത. പുള്ളിക്കാരി എന്ന് പറഞ്ഞു, സൗന്ദര്യം മുഖത്ത് മാത്രമല്ല, ബുദ്ധിയിലും ശക്തിയിലുമാണ് വേണ്ടത്. അതുകൊണ്ട് ഈ ആപ്പിളിന് ഏറ്റവും അർഹതപ്പെട്ട ഞാൻ തന്നെയാണ്. അപ്പൊ അതിവിടെ നടത്തത് അഫ്രഡൈറ്റ്. സ്നേഹത്തിന്റെ സൗന്ദര്യം ദേവൻ ഞാനല്ലേ, അപ്പൊ എന്നേക്കാൾ സുന്ദരി വേറെ ലോകത്തുണ്ടാവാനേ സാധ്യതയില്ല. ആപ്പിൾ എനിക്ക് തന്നെയാണ്. ഈ 3 ദേവതകളിലും തർക്കം കൂടുതൽ വഷളാവാൻ തുടങ്ങി. അപ്പൊ സൂയസ് തീരുമാനം എടുത്തു, ഉത്തരം പറഞ്ഞെങ്കിൽ ശരിയാവില്ല. സൂയസിനുള്ളിൽ ഉത്തരം അറിയായിരുന്നു, പക്ഷെ പുള്ളി പറഞ്ഞാൽ അത് പിന്നെ തമ്മിൽ അടുത്ത പ്രശ്നം ഉണ്ടാവും. സൂയസ് പറഞ്ഞു, ഈ ഇതിന് ഉത്തരം ഒരു മനുഷ്യനെ കൊണ്ട് പറയിക്കാം. ആ മനുഷ്യനാകട്ടെ ട്രോയുടെ രാജകുമാരനായ പാരീസ്. എന്തുകൊണ്ടാണ് പാരീസിനെ തിരഞ്ഞെടുത്തത്? പാരീസ് ജനിക്കുന്നതിന് മുന്നേ പ്രവചനം ഉണ്ടായിരുന്നു, ഈ കുട്ടി ഒരു ദിവസം ട്രോയുടെ നാശത്തിന് കാരണമാകും. ആ പ്രവചനത്തെ ഭയന്ന് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അവനെ അവന്റെ അച്ഛൻ പ്രിയം ഒരു മലമുകളിൽ ഉപേക്ഷിച്ചു. പക്ഷെ വിധി ആർക്ക് നടക്കാൻ കഴിയില്ല. അവനെ ഒരു ആട്ടിടെ എടുത്ത് വളർത്തി വലുതാക്കി. ഈ പാരീസിനെ വിധികർത്താവായി നിയമിക്കാനായിട്ട് സൂയസ് ഹെർമീസിനെ അയക്കുന്നുണ്ട്. അതായത് ഹെർമീസ് എന്ന് പറയുന്നത് ദേവന്മാരുടെ ദൂതനാണ് ഹെർമീസ്. അപ്പൊ ഹെർമീസ് എന്ത് ചെയ്തു? 3 ദേവതകളെയും കൂട്ടി നേരെ പാരീസിന്റെ അടുത്തേക്ക് എത്തി. എന്നിട്ട് ഹെർമീസ് പാരീസിനോട് പറഞ്ഞു, പാരീസ്, നീ ഈ ആപ്പിള് ഏറ്റവും സുന്ദരിയായ ഈ 3 സ്ത്രീകൾ ആരാണോ അവർക്ക് കൊടുക്കുക. അപ്പൊ ഈ 3 ദേവതകളും പാരീസിന് ഒരു വാഗ്ദാനം കൊടുത്തു. ആദ്യം നമ്മുടെ ഹെറ പറഞ്ഞു, നീ എന്നെ തിരഞ്ഞെടുക്കും, ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിന്റെ രാജാവാക്കാം, എല്ലാ രാജാക്കളും നിന്റെ മുൻപിൽ തല കുറിച്ചു. അപ്പൊ അധീന ഒരു വാഗ്ദാനം കൊടുത്തു, നീ എന്നെ തിരഞ്ഞെടുക്ക്, നിനക്ക് അളവറ്റ ജ്ഞാനിയാക്കാം, യുദ്ധത്തിൽ ഒരിക്കലും തോൽക്കാത്ത വിജയിയാക്കാൻ മാറ്റാം നിന്നെ ഞാൻ. അപ്പൊ അഫ്രഡൈറ്റ് ഒരു വാഗ്ദാനം കൊടുത്തു, ഞാൻ നിനക്ക് രാജ്യം തരുന്നില്ല, ഞാൻ നിനക്ക് നൽകാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും അതീവ സുന്ദരിയായ സ്ത്രീയുടെ സ്നേഹമാണ്. പ്രശ്നമല്ല, ആ സ്ത്രീ ആകട്ടെ സ്പാർട്ടയിലെ ഹെലൻ. കാരണം ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീ എന്ന് പറയുന്നത് ഗ്രീക്ക് മിത്തോളജിയിൽ ഹെലനാണ്, ഹെലൻ ഓഫ് സ്പാർട്ട. പാരീസ് ഈ 3 ഓഫറും കേട്ടു. പുള്ളി ചിന്തിച്ചത്, പുള്ളി മറ്റേ ഭൂരിപക്ഷ അധികാരം, മറ്റൊരു ജ്ഞാനം എന്നല്ല, പക്ഷെ അവന്റെ ഹൃദയഭാഗത്ത് ഒരു പ്രണയമായിരുന്നു. അവന്റെ സ്വർണ്ണ ആപ്പിൾ അഫ്രഡൈറ്റ് കൊടുത്തു. നിങ്ങളാണ് ഏറ്റവും നല്ല സുന്ദരി. അഫ്രഡൈറ്റ് ആപ്പിൾ വാങ്ങി നല്ലൊരു ചിരി ചെയ്തു. അഫ്രഡൈറ്റ് തന്റെ വാക്ക് പാലിച്ചു. പാരീസിന് ഹെലൻ നേടിക്കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷെ വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഹെലൻ ഇതിനോട് തന്നെ സ്പാർട്ടയിലെ രാജാവ് മെലനവാസിന്റെ ഭാര്യയായിരുന്നു. അപ്പൊ അവളെ എങ്ങനെ സ്വന്തമാക്കും? ആ കഥ നാളെ ഞാൻ പറഞ്ഞുതരാം.